എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ തിരുവനന്തപുരത്തെ റെസ്റ്റോറൻറ്റിൽ എന്നും സദ്യക്കൊപ്പം ബോളി വിളമ്പുന്നുണ്ടേ. അപ്പോൾ ആ ഒരു നെയ് ബോളിയുടെ മേക്കിംഗ് നിങ്ങളെ ഒന്നും കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിനായിട്ട് വേവിച്ച കടലപ്പരിപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിലേക്ക് പൊടിച്ച പഞ്ചസാരയും ഏലക്കയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും ആദ്യം. ഇനി മൈദയുടെ പൊടിക്കകത്തേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും നെയ്യും വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതിലേക്ക് ഇളം ചൂട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. ഇനി നമ്മൾ നേരത്തെ ബോളാക്കി വെച്ചിട്ടുള്ള കടലപ്പരിപ്പിൻ്റെ ഫില്ലിങ് അത് മൈദയുടെ ഫില്ലിങ്ങിനകത്തേക്ക് വെച്ച് വീണ്ടും നന്നായിട്ട് ബോളാക്കി എടുത്ത് സ്വല്പം അരിപ്പൊടി ചേർത്ത് നന്നായിട്ട് ചപ്പാത്തിയുടെ പരുവത്തിൽ പരത്തിയെടുക്കും. നമ്മൾ നടത്തുന്ന ഹോട്ടലുകളിൽ സ്വന്തമായിട്ട് ബോളി പാകം ചെയ്തിട്ട് വിളമ്പുന്ന ഒരേ ഒരു ഔട്ട്ലെറ്റ് ഈ തിരുവനന്തപുരത്തുള്ള ഔട്ട്ലെറ്റ്. ഇങ്ങനെ ദോശക്കല്ലിലേക്ക് ഇടുന്ന ഓരോ ബോളിയും നമ്മൾ ഇളം ചൂടിൽ രണ്ട് സൈഡ് ചുട്ടെടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് പകർത്തി മാറ്റുകയാണ് ചെയ്യുന്നത്. സാധാരണ ഒരു ബോളിയുടെ ലൈഫ് എന്ന് പറയുന്നത് 3 ദിവസമാണെങ്കിൽ നമുക്ക് ഇന്ന് വരുന്ന ബോളി നാളത്തേക്ക് പോലും വിളമ്പാനായിട്ട് മാറ്റി വെക്കാറില്ല. ഇന്ന് വൈകുന്നേരം തന്നെ നമ്മൾ പാക്ക് ചെയ്തിട്ട് തന്നെ ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റിൽ വരുന്ന ആൾക്കാർക്കൊക്കെ ബോളി സെപ്പറേറ്റ് ആയിട്ടും പാക്കറ്റിലും വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഇടയ്ക്ക് എപ്പോഴൊക്കെ ഉണ്ടായിട്ടുള്ള കുറച്ച് പോരായ്മകളൊക്കെ പരിഹരിച്ചിട്ട് നമ്മളുടെ തിരുവനന്തപുരത്തെ റെസ്റ്റോറൻറ്റിൽ വളരെ നന്നായിട്ട് തന്നെ ഭക്ഷണം വിളമ്പാനായിട്ട് ഞങ്ങളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും തിരുവനന്തപുരത്തുള്ള നമ്മുടെ ഔട്ട്ലെറ്റിൽ വരാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും വരണം. അട്ടക്കുളങ്ങരയാണ് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സദ്യക്കൊപ്പം വിളമ്പുന്ന ബോളി കഴിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ പറയണം. എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ നമ്മളുടെ കൗണ്ടറിൽ പറഞ്ഞാൽ മാത്രം മതി. എല്ലാം ഞങ്ങൾ മാറ്റി തരുന്നതായിരിക്കും. സ്വീറ്റ് ബോളി വിത്ത് പാലടയാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കോമ്പിനേഷൻ ആണെന്ന് അറിയാം. എന്നാലും ഞാൻ കാണിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ അട്ടക്കുളങ്ങരയിൽ നമ്മുടെ റെസ്റ്റോറൻറ്റിലുണ്ട് ബോളിയും പാലടയും എന്നും അവൈലബിൾ ആണ്. സദ്യയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് പാലടയും ബോളിയും ചേർത്ത് കഴിക്കാൻ പറ്റും. അതാണ് സംഭവം. ഞാൻ കാണിക്കാം. ഉണ്ടാ നല്ല കോംബോയാണ്, ടേസ്റ്റാണ്. അപ്പം ശരിക്കും ഗ്യാസിൻ്റെ ഷോർട്ടേജ് ഇപ്പോഴും ഉണ്ടെങ്കിൽ നമ്മൾ സദ്യ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത്. അപ്പോൾ എല്ലാവരും വരിക, സദ്യ കഴിക്കുക, ഇങ്ങനെ ബോളിയും പാലടയും ചേർത്ത് കഴിക്കുക. അപ്പോൾ വീണ്ടും കാണാം പുതിയ ചില കാഴ്ചകളായിട്ട്.